നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മളെ ഈ എപ്പിസോഡ് കണ്ടിട്ട് പലർക്കും ഈ കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയം ഒന്ന് തീർക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നി. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ച് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മറുപടിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചതിന് എല്ലാ കാര്യങ്ങൾക്കും മറുപടി വരാൻ എനിക്കൊന്നും അറിയാമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കറിയാമെന്നുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ വ്യായാമം സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും എൻ്റെ അറിവിൽ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അത് അറിവ് നിങ്ങൾക്ക് അതിലേക്കാൾ കൂടുതൽ എങ്ങനെയെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരോട് വേറെ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കണം. എൻ്റെ അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഈ വ്യായാമം ചെയ്ത രാവിലെയാണോ നല്ലത് വൈകുന്നേരമാണോ നല്ലതെന്നാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഒരാൾ ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരാളാണ് ചോദിച്ചാലും ഒരുപാട് പേരുടെ സംശയമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഈ കൈയാണോ നല്ലത് ഈ കൈയാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഒരാൾ എന്ത് മറുപടി പറയും? ഇടത് കൈയാണോ നല്ലത് വലത് കൈയാണോ നല്ലതെന്ന് ചോദിച്ചാൽ എന്ത് പറയും മറുപടി? അപ്പോൾ ഇടത് കൈയുടെ ഗുണം ചെയ്യും അല്ലേ, വലത് കൈയുടെ ഗുണം ചെയ്യും തന്നല്ലോ. ഈ രണ്ടും എന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതിനെ ഒന്നിനെയും ഒന്നോ വെട്ടിമുറിച്ച് കളയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞതുപോലെ രാവിലെ വ്യായാമം ചെയ്യുന്നു വൈകുന്നേരം വ്യായാമം ചെയ്യുന്നു അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. നിങ്ങൾക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 8:30 മണി വരെയാണ് 9 മണി വരെയാണ് ഒരു പക്ഷേ ജിമ്മിൻ്റെ പ്രവർത്തനം എന്നാണ് എനിക്ക് എൻ്റെ ജിമ്മ് നമ്മുടെയൊക്കെ അറിവിൽ 9 മണിയാണ് മാക്സിമം. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ സൗകര്യം അനുസരിച്ച് IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി 10 മണി വരെയൊക്കെ ഉണ്ടെന്ന് 11 മണി ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്നാൽ ഞാൻ അതൊന്നും എതിരൊന്നും പറയുന്നില്ല. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് ദോഷമൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ രാവിലെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവുമില്ല, വൈകുന്നേരം ചെയ്യുന്നതുകൊണ്ട് യാതൊരു ദോഷം. ഇപ്പോൾ രാവിലെ ഒരാൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ അധികം വെയിറ്റ് പോകത്തില്ല. നിങ്ങളൊന്നും ആലോചിച്ച് ചോദിക്കുക. എന്നാൽ ആ ആൾ വൈകുന്നേരം പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വെയിറ്റ് പോകും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി വയറിനകത്ത് ഒന്നുമില്ല, ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു തണുത്ത വെള്ളം കുടിച്ചുകൊണ്ട്, തണുത്ത വെള്ളം അല്പം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചും കൊണ്ട് വന്ന് വർക്കൗട്ട് ചെയ്യുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. കഴിയുന്നത് ചൂടുവെള്ളം നല്ല ചൂടായ വെള്ളം കുടിക്കാതെ ആ ചൂടാക്കി തണുപ്പിച്ചിട്ട്, എന്ന് വെച്ചാൽ ഫ്രിഡ്ജിലിരിക്കാത്ത വെള്ളം ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം കുടിക്കുന്നത് എന്തുകൊണ്ടും ഒരു കുഴപ്പമില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടൊന്നും പറഞ്ഞ് ഒരു പ്രശ്നമല്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചും കൊണ്ട് വന്ന് അതിനകത്ത് പിന്നെ വേറെ ഈ കട്ടിയാഹാരമൊന്നും കഴിക്കേണ്ട. കാരണം കട്ടിയാഹാരം കഴിക്കുകയാണെങ്കിൽ പിന്നെ 1 മണിക്കൂർ എടുക്കും നമ്മുടെ ശരീരത്തിന് ദഹിച്ച് വരാൻ. അപ്പോൾ അതുകൊണ്ട് കട്ടിയാഹാരം പിന്നെ ഒരു എനർജിക്ക് വേണ്ടി, എന്ന് വെച്ചാൽ വെയിറ്റ് കുറഞ്ഞ ഒരാൾ, വണ്ണം കുറഞ്ഞ ഒരാൾ ഒരു എനർജിക്ക് വേണ്ടി വേണമെങ്കിൽ 2 ബിസ്ക്കറ്റ്, നല്ല കമ്പനിയുടെ 2 ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു ഗ്ലാസ് വെള്ളം 2 ബിസ്ക്കറ്റും കഴിച്ചിട്ട് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കഴിയുന്നത് ചായ ഒക്കെ ഒഴിവാക്കിയിട്ട് വരണതാണ് നല്ലത്. ഒരു ഗ്ലാസ് വെള്ളം 2 ബിസ്ക്കറ്റ് ഇതും കഴിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് കുറച്ച് സമയത്ത് എനർജി നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന ഒരാൾ വന്നിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ വേറെ കാര്യം, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു വാരി വലിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യരുത്. ഒരു 5 വർക്കൗട്ട് മതി. ഒരു മസിലിൻ്റെ 5 ഭാഗങ്ങൾക്ക് വേണ്ടി ചെയ്താൽ മതി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ മസിലിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് ആലോചിക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും നമ്മളെ മസിലിൻ്റെ വലിപ്പം ആലോചിക്കാറുണ്ടോ? ഇപ്പോൾ ബൈസെപ്സ് മസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം, ഒരു ചെറിയൊരു മസിലാണ്. ഒന്ന് ആലോചിക്കുക. ഈ മസിലിന് നമ്മൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ എന്തിനാണ് ചെയ്യേണ്ടത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ആവശ്യവുമില്ല. നമ്മൾ അതിന് 45 മിനിറ്റാണ് ഒരു വർക്കൗട്ട്, അതായത് വ്യായാമ സമയം. 1 മണിക്കൂർ കൊടുക്കാം. റെസ്റ്റ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യന് ഒരു 10 സെക്കൻഡ് ഒരു വർക്കൗട്ട് കഴിഞ്ഞ് അടുത്ത വർക്കൗട്ട് 10 സെക്കൻഡാണ് റെസ്റ്റ്. അപ്പോൾ ആ സമയം നോക്കുക. നമ്മൾ മസിലിൻ്റെ വലിപ്പം നിങ്ങൾ ആരും നോക്കാറില്ല. നിങ്ങൾ വിചാരിക്കുന്നത് വെച്ചാൽ ഈ ബൈസെപ്സ് മസിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു മസിലാണ്, അതിന് ഒരുപാട് ചെയ്യണം, അതിനോട്ട് ചെയ്ത് അതിനെ കൊല വിളിച്ചാലേ അത് നന്നാവൂ, അതിനൊരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞാലേ നിങ്ങൾ പോയി ചെയ്യുന്നത്. അങ്ങനെ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങളെ മര്യാദ അത് നമ്മളെ കാണിക്കുന്നതിന് അപ്പുറം നിങ്ങളെ മര്യാദകൾ കാണിക്കും. ഒരു റിസൾട്ടും തരൂല. അതിന് വളരെ ലൈറ്റായിട്ട് അതിനെ തടവി അതിനെ സ്നേഹത്തോട് ചെയ്താൽ തീർച്ചയായിട്ടും അത് നമ്മളൊരു കനിഞ്ഞ റിസൾട്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട് ഒരു ആയാസം കാണിക്കാതെ, ഒരു ആക്രാന്തം കാണിക്കാതെ പോകുന്ന വെയിറ്റിട്ട് ചെയ്ത്, പിന്നെ ഒരാളും കൂടെ ചെറിയ സപ്പോർട്ടിൽ തരുന്ന, അവനെ കൊല്ലരുത്. സപ്പോർട്ട് വരുത്താൻ ചെയ്യുമ്പോൾ അവനെ കൊന്ന് നിങ്ങൾ ചെയ്യാൻ നോക്കരുത്. അയാൾക്ക് കൊണ്ട് പറ്റുന്ന കാരണം നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞാൽ അടുത്ത അയാൾ വർക്കൗട്ട് ചെയ്യാനാണ്. എല്ലാ വെയിറ്റും കൂടെ അവൻ്റെ നെഞ്ചത്ത് കൊടുത്തിട്ട് അവനെ കൊണ്ട് എന്തിനാണ് ചെയ്യിപ്പിക്കുന്നത്? ആ വെയിറ്റ് നമുക്ക് ചെയ്തിട്ട് എന്താ ഗുണമായിരിക്കണം? നമുക്ക് ഗുണമൊന്നുമില്ലല്ലോ. അയാൾക്ക് ഗുണമില്ല, നമുക്ക് ഗുണമില്ല. അപ്പോൾ ലൈറ്റ് വർക്കൗട്ട്, വെയിറ്റ് എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുപോലത്തെ വെയിറ്റ് ഇട്ട് ചെയ്ത് ശരീരം, അത് മസിലുണ്ടാകുന്നത്, ശരീരം പുഷ്ടിക്കുന്നത് ഈ വർക്കൗട്ടിന് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ആശ്രയിച്ചാണ്.
അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യണം, വൈകുന്നേരം വർക്കൗട്ട് ചെയ്യണമെന്ന് രണ്ടും വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. രാവിലെ കുറച്ച് വെയിറ്റ് കുറച്ച് പോവും, വൈകുന്നേരം കുറച്ച് വെയിറ്റ് കൂടുതൽ പോകും. ഈ വൈകുന്നേരം വെയിറ്റ് കൂടുതൽ പോകാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ എനർജി നമ്മുടെ ബോഡിയിലുണ്ടാകും. അപ്പോൾ നമുക്ക് എന്താവും? കുറച്ചുകൂടി പവർ ബോഡിക്കുണ്ടാകും, കുറച്ചുകൂടി എനർജി ബോഡിക്കുണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഉഷാറോടുകൂടി രാവിലെ ചെയ്യുമ്പോൾ ഒന്ന് കറങ്ങി തിരിഞ്ഞ്, ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ്, ഒന്ന് നിന്ന്, ഒന്ന് അങ്ങോട്ട് നോക്കി ഒക്കെ നമുക്ക് അറിയാമെന്നുള്ളതാണ്. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നുണ്ടാകുന്ന ഒരു മൂഡ് ഒന്ന് ചൂടായി വരാനെത്തി പാടാം. പക്ഷെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ അങ്ങനല്ല. നല്ല മറ്റേ ഈ പണ്ടാരെ രാവിലെ ചെയ്യുന്ന ഒരാൾ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വൈക്കോൽ ഈ ചാണകത്തിൽ തീ പിടിച്ചോലെ അതിങ്ങനെ പുകഞ്ഞ് പോകും. വൈകുന്നേരം ചെയ്യുന്ന ആളോ വൈക്കോലിൽ തീ പിടിച്ചോലെ, വൈക്കോലിൽ തീ പിടിച്ച് എങ്ങനെ ഇരിക്കും? അങ്ങ് പറന്ന് എന്ന് പറഞ്ഞ പോലെയാണ് രാവിലെ വൈകുന്നേരം. അല്ലാന്ന് വെച്ച് രാവിലെ ചെയ്യുന്ന ഒരാൾക്ക് പ്രശ്നമാണ്, വൈകുന്നേരം ചെയ്യുന്ന ഒരു ഗുണം അങ്ങനെയില്ല. രാവിലെ ചെയ്യുന്നവർ ഇപ്പം രാവിലെ തന്നെ ചെയ്തോ. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം ഇതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇന്നലെ വൈകുന്നേരം പോയി പിന്നെ നല്ല വെയിറ്റ് പോയി, പക്ഷേ രാവിലെ അത് പോകുന്നില്ല. കാരണം ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ഒരു പ്രശ്നം ഇതിനകത്തില്ല. അതുകൊണ്ട് ഈ സംശയം എനിക്കറിയാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ അറിയാമെന്നുള്ള മറ്റൊരാൾക്ക് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുക. ഇനി അപ്പോൾ നമ്മൾ ഇനി ഫുഡിലോട്ട് ഞാൻ പോകാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ വർക്കൗട്ട് കഴിഞ്ഞാൽ, അതായത് വണ്ണം തടി വയ്ക്കാനൊരാളാണെങ്കിൽ, വണ്ണം മെലിഞ്ഞ ഒരാൾ വന്ന് വർക്കൗട്ട് ചെയ്തിട്ട് തടി വയ്ക്കേണ്ട ഒരാളാണെങ്കിൽ ആ ഒരു 15-20 മിനിറ്റിനകത്ത് ആഹാരം കഴിക്കുന്നത് നന്നായിരിക്കും. ആഹാരം കഴിക്കുമെന്ന് വീട്ടിൽ ചെന്ന് മരിച്ചിനി മീനും അല്ലെങ്കിൽ കപ്പയും മീനും ഒരേ ജില്ലയിൽ ഒരേ പേരാണ് ഈ മരിച്ചിനി കപ്പ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. മരിച്ചിനി അല്ലെങ്കിൽ കപ്പ മീനും കഴിച്ച് തടി വയ്ക്കാമെന്ന് ആരും വിചാരിക്കരുത്. പ്രോട്ടീനുള്ള ആഹാരം തന്നെയാണ് നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞാൽ ചെന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടത്. പ്രോട്ടീനാണ് കൊടുക്കേണ്ടത്. അവിടെയാണ് ഞാൻ പ്രോട്ടീൻ പൗഡറിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം നിങ്ങൾ കഴിച്ച് ബോഡിക്ക് ദഹിപ്പിച്ചെടുക്കുമ്പോൾ 2 മണിക്കൂർ എടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴും നമ്മൾ ശരീരത്തിന് ദാഹവും ക്ഷീണവും അതിൻ്റെ വിശപ്പൊക്കെ ദാഹമൊക്കെ കഴിഞ്ഞ് അങ്ങ് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തു വരുന്നത്. 2 മണിക്കൂർ കഴിയും. അതിൽ നിന്ന് പ്രോട്ടീൻ തിരിച്ചെടുത്ത് അതിൻ്റെ ശരീരത്തിൽ കൊടുക്കും. അത് സമയമെടുക്കും. പക്ഷേ പ്രോട്ടീൻ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഒട്ടനെ പിടിച്ച് നേരെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അതിനാവശ്യമുള്ള ഭാഗങ്ങൾ കൊടുക്കുമ്പോൾ അത് നല്ല പുഷ്ടിച്ച് അതിനാവശ്യമുള്ള സാധനം കിട്ടിയെന്നൊരു സന്തോഷം നമ്മുടെ ശരീരത്തിനുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്, നമ്മുടെ ശരീരത്തിനെ സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മസിലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, നമ്മൾ ഇത്രയും നിങ്ങളുടെ കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ഫലം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കണമെന്ന് പറയണം. അല്ലാതെ ഇതിൻ്റെ ഒരു പ്രോട്ടീൻ അതൊരു പരസ്യമായിട്ട് പറയുന്നതല്ല. നിങ്ങൾ ഈ പ്രോട്ടീൻ കഴിക്കുക എന്താ നിങ്ങളിങ്ങനെ പേടിക്കുന്നത്? ഒന്നുമില്ല, ഒരു ചുക്കും നിങ്ങൾ പേടിക്കരുത്. ഒന്നും ഇതിനകത്ത് പേടിക്കാനില്ല. ഏറിപ്പോയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണോ വന്നാൽ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ചിലപ്പോൾ വയറിളവായിരിക്കും, ലൂസ് മോഷനാണ്. അല്ലാതെ വേറെ എന്താ ഇരിക്കുന്നത്? വേറെ ഒരാൾക്ക് ഒന്നും സംഭവിക്കാൻ പോകില്ല. അതുകൊണ്ട് എന്നാലും നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് കഴിക്കണമെന്നല്ല പറഞ്ഞത്. ഇതിനകത്ത് വേറെ ഒരു പക്ഷേ നിങ്ങൾ ഒറിജിനൽ പ്രോട്ടീൻ കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 മാസം ആകുമ്പോൾ നല്ല അടിപൊളി ബോഡിയാവും. അത് സംശയമൊന്നും വേണ്ട. നമ്മൾ നമ്മൾ നടന്നു പോകുമ്പോൾ നല്ല ഒരു പയ്യനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല മസിൽ, നല്ല ബോഡി, നല്ല പയ്യൻ, കാണാൻ നല്ല പയ്യൻ എന്ന് പറഞ്ഞാൽ അവൻ പൈസ ഇലാക്കി വെച്ചിരിക്കുന്നതാണ്. അവൻ ചാളയും ചോറും നിന്നിട്ട് അവന് ആ തടിയൊന്നും ഉണ്ടാകത്തില്ല. ഉണ്ടാവോ? മത്തിയും ചോറും കഴിച്ച് അവന് തടി ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. അവന് കുറേ വയറും തള്ളി അവൻ ഇങ്ങനെ നടക്കും, കുറച്ച് അവിടെയൊക്കെ ഷേപ്പ് ഉണ്ടാവും. പക്ഷേ അവൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവന് ബോണസ് പോലെ ഒരു വയറും കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീൻ കഴിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വയറുണ്ടാകത്തില്ല. നമ്മുടെ മസിലുകൾക്ക് മാത്രമേ വലിപ്പങ്ങളുണ്ടാവുള്ളൂ, വയറ് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രോട്ടീൻ ഈ ഇത്രയും കിടന്ന് നിങ്ങളോട് വിളിക്കുന്നത്. പ്രോട്ടീൻ കഴിക്കൊണ്ട് യാതൊരു ദോഷവുമില്ല. നിങ്ങൾ കഴിച്ചോളൂ, ധൈര്യമായിട്ട് കഴിച്ചോളൂ. നമ്മൾ ഈ കിടന്ന് പറയുന്നതിന് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാണ്. എൻ്റെ ജിമ്മിൽ ഒരു പയ്യൻ തെറ്റായിട്ട് ചെയ്താൽ പോലും ഞാൻ സഹിക്കുന്ന ഒരാളല്ല. ഞാൻ വയലൻ്റ് ആവും, എനിക്കിഷ്ടമില്ല അത്. ഞാൻ പഠിപ്പിക്കുന്നത് അവൻ ചെയ്യണം, അയാളത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരിക്കലും നിങ്ങൾക്ക് പ്രോട്ടീൻ മോശമായിട്ടുള്ള സാധനമാണെങ്കിൽ ഞാൻ പറയുമോ? നിങ്ങൾ കഴിക്കാൻ പറയുമോ? ഒരിക്കലും പറയില്ല. അപ്പോൾ അത് വിശ്വസിക്കൂ, പ്രോട്ടീൻ കഴിക്കൂ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ നല്ല കമ്പനി സാധനം വാങ്ങിച്ച് നിങ്ങളെ മാസ്റ്ററിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കൂ, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ആഹാര രീതി. മറിച്ച് വണ്ണം കുറയാനൊരാളാണ് വന്നെങ്കിൽ ആ ആൾ ചെന്നിട്ട് അപ്പോഴും പ്രോട്ടീനൊന്നും കഴിച്ചില്ലെങ്കിലും ഈ ചെന്നാൽ ഉടനെ ആഹാരം കഴിച്ചില്ലെന്നും കുഴപ്പമില്ല. അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ എൻ്റെ മുൻപുള്ള എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ സാധാരണ ആഹാരങ്ങൾ മതി. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീൻ എന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ള 2, അതുപോലെ കുറച്ച് പയർ, ഒരല്പ പയർ, അതുപോലെയുള്ള കുറച്ച് പ്രോട്ടീൻ്റെ ആവശ്യമേ അദ്ദേഹത്തിനുള്ളൂ. കാരണം കൊഴുപ്പ് ഒരുപാട് കിടക്കുന്നുണ്ട്, ആ കൊഴുപ്പ് കത്തിപ്പോണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രോട്ടീൻ മറ്റാഹാരവും നിങ്ങളോട് കുറയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് രാവിലെയും ആണോ വൈകുന്നേരമാണോ വ്യായാമം ചെയ്യുന്നതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്.
അത് എങ്ങനെ ചെയ്താലും നമ്മൾ എങ്ങനെ കഴിക്കുന്ന ആഹാരം, നമ്മൾ എന്തുമാത്രം പ്രോട്ടീൻ ബോഡിയിൽ കൊടുക്കുക, അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിസൾട്ട്. അല്ലാതെ രാവിലെയും വൈകുന്നേരം പറഞ്ഞ് മടിയന്മാരായിട്ട് നിങ്ങളാരും ഇരിക്കേണ്ട.